സാധാരണ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന കുഞ്ഞു മക്കളെ പല വീടുകളിലും കാണാറുണ്ട്. രാത്രിയിൽ വഴിക്കണ്ണുമായി അച്ഛനെയും കാത്തിരിക്കും. ആ കരം പിടിക്കാൻ, കൂടെ കളിക്കാൻ, നെഞ്ചോട് ചേർന്നുറങ്ങാൻ. അച്ഛനെന്നാൽ മക്കൾക്ക് കരുത്തും കരുതലുമാണ്. പക്ഷെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുള്ള ഇഹാന് അച്ഛൻ്റെ കാലൊച്ച കേട്ടാൽ തന്നെ പേടിയായിരുന്നു. അയാൾ അടുത്തു വന്നാൽ അവൻ നിലവിളിച്ച് കരയും, അമ്മയെ ചേർത്ത് പിടിക്കും. കുഞ്ഞ് കരയുന്നത് പോലും അച്ഛൻ ഷിജിലിനെ അസ്വസ്ഥതപ്പെടുത്തി. പിന്നെ അസഭ്യവാക്കുകൾ പറയും. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഷിജിലിൻ്റെ ക്രൂരതകൾ നമ്മുടെ ഉള്ളുലയ്ക്കുന്നതാണ്. ഇയാളെ ഒരു അച്ഛനെന്ന് വിളിക്കാൻ പോലും അറപ്പാണ്. അതുപോലെ കോഴിക്കോട് പയ്യോളിയിലെ ഒരു വെറുക്കപ്പെട്ട അമ്മയെക്കുറിച്ചും കേട്ടു. 12 വയസ്സുള്ള മകളെ കാമുകന് മുന്നിൽ കാഴ്ചവെച്ച യുവതി. ഈ നാട്ടിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം അച്ഛൻ്റെ കാലൊച്ച കേട്ടാൽ ഉള്ളിൽ പേടി. പിന്നെ അമ്മയെ അള്ളിപ്പിടിക്കും. കുഞ്ഞ് കരഞ്ഞാൽ പോലും പ്രശ്നം. പിന്നെ അസഭ്യവർഷം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാൻ തനിക്ക് എന്തിനാണ് ജന്മം നൽകിയതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് പോലും കണക്കു പറയുന്ന പിതാവ്. കുട്ടിയെ കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പുറത്തു വരുന്നത് പ്രതി ഷിജിലിൻ്റെ ക്രൂരതകളാണ്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഷിജിലിനെ അറസ്റ്റ് ചെയ്തത്. ഭാര്യയോടുള്ള വിരോധം കാരണം കുഞ്ഞിനെ മർദ്ദിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ഒരാഴ്ചയോളം നീണ്ട പോലീസ് അന്വേഷണത്തിലാണ് 1 വയസ്സുകാരൻ്റെ മരണത്തിലെ ദുരൂഹത നീങ്ങിയത്. കവളാകുളം ഐക്കരവിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ അപ്പു എന്ന ഇഹാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത്. ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഇരുവരും പറഞ്ഞത്. കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു. ഇതിനിടെ കുട്ടിയുടെ അച്ഛനെതിരെ അമ്മ വീട്ടുകാർ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിൽ പിതാവ് ഷിജിലിനെതിരെ നിർണായകമായത് ഫോറൻസിക് സർജന്റെ കണ്ടെത്തലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ വയറ്റിൽ ആന്തരിക രക്തസ്രാവമുണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും അതിനുള്ള കാരണം തിരിച്ചറിയാനായിരുന്നില്ല. വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും ആദ്യം കാര്യമായ വിവരം ലഭിച്ചില്ല. കുഞ്ഞിൻ്റെ കയ്യിൽ 3 ആഴ്ചയോളം പഴക്കമുള്ള പൊട്ടലുമുണ്ടായിരുന്നു. ഇത് അറിഞ്ഞില്ലെന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ മൊഴി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3ാം തവണ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഷിജിൽ കുറ്റം സമ്മതിച്ചത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുഞ്ഞിന്റെ കരച്ചിൽ മൂലം പ്രകോപിതനായി കൈമുട്ടുകൊണ്ട് വയറ്റിലിടിച്ചുവെന്നാണ് ഷിജിലിന്റെ മൊഴി. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് പിരിഞ്ഞു താമസിച്ചിരുന്ന ഇവർ അടുത്തിടെയാണ് വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. ഷിജിലിനെതിരെ ഗുരുതര ആരോപണമാണ് കൃഷ്ണപ്രിയയും ഉയർത്തുന്നത്. കുഞ്ഞ് കരയുന്നത് ഷിജിലിന് ഇഷ്ടമല്ലായിരുന്നുവെന്ന് ഭാര്യ പോലീസിനോട് പറഞ്ഞു. ഷിജിൽ അടുത്തു വരുമ്പോൾ തന്നെ കുഞ്ഞ് കരയുമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞ് തന്നെ മുറുകെ പിടിക്കുമായിരുന്നു. ഒരിക്കലും സ്നേഹത്തോടെ കുഞ്ഞിനെ വിളിച്ചിരുന്നില്ല. വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും കൃഷ്ണപ്രിയ പറഞ്ഞു. പിന്നെ അപ്പനെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടാകും. നിനക്ക് എന്നെ കാണുമ്പോൾ എന്താടാ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ അയാളെ കാണുമ്പോൾ ഭയങ്കര പേടിയും ഭയങ്കര കരച്ചിലുമായിരുന്നു. എൻ്റെ മുഖം ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ മുഖത്തിങ്ങനെ ദയനീയമായിട്ട് നോക്കും. എനിക്ക് അറിഞ്ഞൂടെ ആയിരുന്നു രഷീരെന്നായിരിക്കും അത് പറഞ്ഞു തരുകയാണെങ്കിൽ ഇയാൾ കൊച്ചിനെ രഹസ്യത്തിൽ ഉപദ്രവിക്കായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരു സ്നേഹത്തോടെ അല്ല, വളരെ ക്രൂരമായിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഇടപെട്ടെടുത്തത്. ഒരു അപ്പൻ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെ ഇടപെടൂല ഒരിക്കലും. എപ്പോഴും അവൻ്റെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം മകൻ ഈ തെറ്റ് ചെയ്യില്ലെന്നാണ് ഷിജിലിന്റെ മാതാപിതാക്കളുടെ വാദം. ഞങ്ങൾ വന്നത് എന്തുകൊണ്ട് അവൻ അംഗീകരിച്ചില്ല? അവൻ പറയുന്നത് എന്തുകൊണ്ട് പോലീസ് അംഗീകരിക്കുന്നില്ല? അവിടെ വന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിരുന്നു 1.5 മാസമായപ്പെട്ട ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും ഈ കട തന്നെ. അത് തന്നെ ഇവിടെയും കാണിച്ചത്, ഇപ്പോഴും സ്റ്റേഷനിൽ കാണിച്ചതും അതാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നോ ഒരിക്കലും ചെയ്യൂല. നിങ്ങൾ തറപ്പിച്ച് പറയാൻ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എൻ്റെ മകൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കൊച്ചിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളവനാണ്. പിന്നെ അതുകൊണ്ട് ഇതിനെ ഒന്നേന്നൊന്ന്
അന്വേഷണം വേണം ഞങ്ങൾക്ക്. അവരെയും കൂടി ചോദ്യം ചെയ്യിക്കണം. സഹോദരിയെയും അവളെ ചേച്ചിയെയും ഭർത്താവിനെ 2 ഭർത്താക്കന്മാരെയും 2 ചേച്ചിമാരെയും. അതിനുള്ള നടപടി മുകളിൽ എവിടെ നിന്നായിരുന്നാലും വേണം ഞങ്ങൾ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചിയിലെ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ 1.5 മാസം മുൻപ് നടന്ന കൊലപാതകം പോലീസിനെ കുറേ വട്ടം കറക്കിയ കേസാണ്. കൊന്നയാളെ തിരിച്ചറിഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി. സംസ്ഥാനത്തും പുറത്തുമെല്ലാം വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം രഹസ്യവിവരത്തെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് തമിഴ്നാട്ടിലെത്തി. പക്ഷെ കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അലിയെ തേടിപ്പോയ പോലീസിന് മാലിക് എന്ന പേരുള്ള ആളെയാണ് കണ്ടെത്താനായത്. അലിയുമായി അയാൾക്ക് ചെറിയ രൂപസാദൃശ്യം. ചോദ്യം ചെയ്തപ്പോഴാണ് അലി പേരും രൂപവും മാറ്റി തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് മനസ്സിലായത്. സാഹസികമായാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി അഭിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാനായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി മുഹമ്മദ് അലിയെ കണ്ടെത്താൻ പോലീസ് സംസ്ഥാനത്തും പുറത്തും വലവിരിച്ചിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പ്രതിക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതും ആരുമായി ഒരു ബന്ധവും പുലർത്താത്തതും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തെ സാരമായി ബാധിച്ചിരുന്നു. പ്രതി ആകെ വിളിക്കാൻ സാധ്യതയുള്ളത് വിദേശത്തുള്ള അമ്മയെയാണെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായി. അതിനുശേഷം 1.5 മാസത്തെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുണ്ടെന്നും മാലിക് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുകയാണെന്നും വ്യക്തമായത്. ഇയാളെ തേടി അവിടെ എത്തിയ പോലീസിന് ആദ്യം പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മുടിവെട്ടി താടി വളർത്തി രൂപമാറ്റം വരുത്തിയാണ് അലി അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി സാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. SCP രാജ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം CI അനീഷ് ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SI-മാരായ അനൂപ് ചാക്കോ, ഷാജി, CPO-മാരായ ഉണ്ണികൃഷ്ണൻ, ഹരീഷ് ബാബു, പ്രശാന്ത് ബാബു എന്നിവരടങ്ങുന്ന സ്പെഷ്യൽ ടീം തിരുനെൽവേലിയിൽ ദിവസങ്ങളോളം തങ്ങിയാണ് അലിയെ കണ്ടെത്തിയത്. മോഷണമടക്കം പല കേസുകളിലും പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് അലിയെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് പറഞ്ഞു. കൊല്ലത്തും കൊച്ചിയിലും ഇയാൾക്കെതിരെ 4 കേസുകളുണ്ട്. കൊച്ചിയിലെ മോഷണക്കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമായിരുന്നു കൊലപാതകം. ഇയാൾ ലഹരിക്കടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ഡിസംബർ 6-നാണ് നോർത്ത് കലാഭവൻ റോഡിലുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ 21-കാരൻ അഭിജിത്തിന്റെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ട അഭിജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ചോദിച്ചിട്ട് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പരിചയക്കാരായ ഇരുവരും നോർത്ത് പാലത്തിന് സമീപത്ത് വെച്ചാണ് തർക്കം തുടങ്ങിയത്. ഇത് ഒത്തുതീർപ്പായ ശേഷം ഒഴിഞ്ഞ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ വെച്ച് ലഹരി ഉപയോഗത്തിനിടെ വീണ്ടും തർക്കമുണ്ടായി. തുടർന്ന് ഇഷ്ടികയും മരപ്പലകയും ഉപയോഗിച്ച് മുഹമ്മദ് അലി അഭിജിത്തിനെ ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട അഭിജിത്തും പ്രതി അലിയും തമ്മിൽ 2 ആഴ്ചത്തെ പരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് അലി കരുനാഗപ്പള്ളി സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം. കടത്തിണയിലാണ് അന്തിയുറങ്ങുന്നത്. ന്യൂസ് 18 കൊച്ചി. 12 വയസ്സുള്ള സ്വന്തം മകളെ കാമുകന് മുന്നിൽ കാഴ്ചവെച്ച ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? 2.5 വർഷത്തോളമാണ് അയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. അതും പെറ്റമ്മയുടെ കൺമുന്നിൽ വെച്ച്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പെൺകുട്ടി താൻ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ കഥകൾ വിവരിച്ചത്. വിദേശത്തുള്ള പ്രതി വടകര സ്വദേശി അബ്ദുൾ റഫീഖിനെതിരെ കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തു. റഫീഖിനെ നാട്ടിലെത്തിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ വിദേശത്തുള്ള സമയത്ത് തുടങ്ങിയ അമ്മയുടെ വഴിവിട്ട ബന്ധമാണ് 12-കാരുടെ ജീവിതം തകർത്തത്. പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അമ്മയുടെ ആൺസുഹൃത്ത് വടകര സ്വദേശി അബ്ദുൾ റഫീഖിനെതിരെ പോലീസ് കേസെടുത്തത്. വ്യവസായിയായ ഇയാൾ വിദേശത്താണുള്ളത്. പയ്യോളി പോലീസ് അന്വേഷിക്കുന്നതിനിടെ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പെൺകുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാവിനെതിരെയും പോക്സോ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്.
മാതാവിന്റെ സഹായത്തോടെയാണ് പീഡനം നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുട്ടി ഇപ്പോൾ കോഴിക്കോട് CWC സംരക്ഷണയിലാണ്. ഈ മാസം 17-ന് സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പറയുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിന് വിവരം കൈമാറി. 2.5 വർഷമായി പീഡനം നടന്നുവരുന്നതായി പറയുന്നു. വിദേശത്ത് വ്യവസായിയായ അബ്ദുൾ റഫീഖ് ഇടയ്ക്കിടെ നാട്ടിൽ വരാറുണ്ട്. ഇത്തവണ ജനുവരി ആദ്യവാരം വിദേശത്തേക്ക് തിരിച്ചുപോയി. പെൺകുട്ടിയുടെ പിതാവും വിദേശത്താണ്. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. വീട്ടിൽ മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും കിട്ടാത്ത കുട്ടികളാണ് പലപ്പോഴും സ്നേഹം തേടി പുറത്തു പോകുന്നത്. അവിടെ അവരെ ചേർത്ത് പിടിക്കാനും ലാളിക്കാനും ഒക്കെ പലരും കാണും. എന്നാൽ ആ സ്നേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി നമ്മൾ തിരിച്ചറിയുന്നത് വലിയ അപകടം സംഭവിക്കുമ്പോഴായിരിക്കും. കൊല്ലം ചിതറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെയാണ് അവൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായ വിവരം പുറംലോകം അറിഞ്ഞത്. ക്ഷേത്രത്തിലെ പൂജാരിയുമായി 2 വർഷത്തോളമായി അവൾ അടുപ്പത്തിലായിരുന്നു. അങ്ങനെ പ്രണയം നടിച്ച് അയാൾ പീഡിപ്പിച്ചെന്നാണ് മൊഴി. കേസിൽ ക്ഷേത്ര പൂജാരി അഭിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിതറ കുറക്കോട് സ്വദേശിയായ ക്ഷേത്ര പൂജാരി അഭിൻ എന്ന 22-കാരനെയാണ് പോക്സോ നിയമപ്രകാരം ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനു പിന്നാലെ ആശുപത്രിയിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരങ്ങൾ പുറത്തുവന്നത്. പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പ്രതിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി രാത്രി പീഡനത്തിനിരയാക്കിയതായും തുടർന്ന് പലപ്പോഴായി ഇയാൾ പീഡനം തുടർന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. പീഡനത്തെ എതിർത്തപ്പോൾ വിവരം വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചതെന്ന് മൊഴിയിലുണ്ട്. നിരന്തരമായ പീഡനത്തെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സംഘർഷം മൂലം കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഉറക്ക ഗുളിക കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. മാതാപിതാക്കൾ ഉടനടി കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ആശുപത്രിയിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി താൻ നേരിട്ട പീഡന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് ചിതറ കുറക്കോട് ഭാഗത്തു നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സമൂഹ മാധ്യമങ്ങളിലെ പ്രണയക്കെണിയിൽ വീഴുന്നവർ പെൺകുട്ടികൾ മാത്രമല്ല, പുരുഷന്മാരുമുണ്ട്. യുവാക്കളെ പ്രണയം നടിച്ച് വശീകരിക്കുന്നവരുടെ ലക്ഷ്യം പണം മാത്രമായിരിക്കും. കണ്ണൂരിൽ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് 17-കാരി ഉൾപ്പെടുന്ന 4-അംഗ സംഘം. കേസിൽ കാഞ്ഞങ്ങാട് സ്വദേശിനിയായ പെൺകുട്ടി ഉൾപ്പെടെ 4 പേരെ ചക്കരക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്തു. സൗഹൃദം നടിച്ച് കെണിയിൽപ്പെടുത്തി ഫോട്ടോ എടുത്ത ശേഷം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത്. കാഞ്ഞങ്ങാട് സ്വദേശികളായ 17-കാരി 51 വയസ്സുള്ള മൈമൂന, ഇബ്രാഹിം, സജ്മൽ, അർഷാദ്, AK അബ്ദുൽ കലാം എന്നിവരെയാണ് ചക്കരക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ ആപ്പിലൂടെ പരിചയപ്പെട്ട കൊയ്യോട് സ്വദേശിയായ യുവാവിനെയാണ് ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചത്. സൗഹൃദം നടിച്ച് ഇയാളുമായി അടുത്ത യുവതി കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ടേക്ക് വരാൻ പറയുകയായിരുന്നു. ഇവർ പറഞ്ഞ സ്ഥലത്തെത്തിയ യുവാവിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മറ്റു കൂട്ടാളികളെ വിളിച്ചു വരുത്തി യുവാവിനെ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമിച്ചത്. യുവാവിനെ ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തി 10 ലക്ഷം രൂപ സംഘം ആവശ്യപ്പെട്ടു. കയ്യിൽ പണമില്ലെന്നും നാട്ടിലെത്തിയാൽ തരാമെന്നും പറഞ്ഞ് ഇയാൾ സംഘത്തെ ചക്കരക്കല്ലിലെത്തിച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ MP ഷാജിയുടെ നേതൃത്വത്തിൽ SI-മാരായ അംബുജാക്ഷൻ, രഞ്ജിത്ത്, ASI സ്നേഹജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ A ഷിജ്ന, സൂരജ്, നിസാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. എൻ്റെ കഴിവുകൾ മിനുക്കിയെടുക്കണം, അതിന് ലാസ് വേഗാസിൽ പോയി പരിശീലനം നേടണം. നാട്ടുകാരെ പറ്റിച്ച് പുതിയ തട്ടിപ്പ് വിദ്യകൾ അഭ്യസിക്കാൻ ഇറങ്ങിയതാണ് മെൻ്റലിസ്റ്റ് ആദി. ഇയാളുടെ സ്റ്റേജ് ഷോ പരിപാടികളുടെ ലാഭം വാഗ്ദാനം ചെയ്ത്
നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ആദ്യ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പണമിടപാട് രേഖകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യയെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്നും പണം തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയതോടെയാണ് പോലീസിനെ സമീപിച്ചതെന്നും പരാതിക്കാരൻ ബെന്നി വാഴപ്പിള്ളി പറഞ്ഞു. അടിസ്ഥാനരഹിതമായ പരാതിയാണെന്ന് അറിയിച്ച ആദി വിദേശ പരിപാടി കഴിഞ്ഞ് തിരികെ എത്തിയാലുടൻ പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ആലോചിക്കുന്നത്. ഇൻസോംനിയ എന്ന മെന്റലിസം പരിപാടിയുടെ മറവിൽ 35 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സെൻട്രൽ പോലീസ് മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസെടുത്തത്. ഷോയിലേക്ക് പണം നിക്ഷേപിച്ചാൽ നിക്ഷേപ തുകയും 1/3 ലാഭവിഹിതവും തരാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പെന്നാണ് എഫ്ഐആർ. പരാതിക്കാരനായ ബെന്നി വാഴപ്പിള്ളിയുടെ ഇടപ്പള്ളിയിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം ജൂലൈ 3-ന് 23 ലക്ഷം രൂപയും ജൂലൈ 5-ന് ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും 12 ലക്ഷം രൂപയും ഉൾപ്പെടെ 35 ലക്ഷം രൂപ കൈമാറിയെന്നും ഇത് തിരികെ നൽകിയില്ലെന്നുമാണ് ആരോപണം. പ്രതികളെ വിളിപ്പിക്കും മുൻപ് ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ രേഖകളെല്ലാം ശേഖരിക്കുകയാണ് പോലീസ്. പണം ചോദിച്ചതോടെ ഭീഷണിപ്പെടുത്തിയതും അതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നുവെന്നും ബെന്നി വാഴപ്പിള്ളി. ഷോ കഴിഞ്ഞു, കണക്ക് ചോദിച്ചപ്പം കണക്കില്ല, പൈസ ചോദിച്ചപ്പം ഷോ നഷ്ടത്തിലാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഷോ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ, കാരണം മിക്കവാറും എല്ലാ ഷോസും എനിക്കൊന്നൊരു 90% ഷോസും സോൾഡ് ഔട്ടാണ്. ഷോ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ അല്ലേ വേണ്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ അടുത്തൊന്നും കടമായി വാങ്ങിയ പൈസ തരാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് പുള്ളി, ഞാൻ അന്ന് വരെ കണ്ട ഒരു മനുഷ്യനെയല്ല ഞാൻ അന്ന് കണ്ടത്. എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടർ. നമുക്കറിയില്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് ഞാൻ 27 വർഷമായിട്ട് പ്രവാസിയാണ്. ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന പോലും ചിലപ്പോൾ എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ലീഗലായിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. മെന്റലിസ്റ്റ് ആദി എന്ന ആദർശ് 1-ാം പ്രതിയായ കേസിൽ ഇൻസോംനിയ പരിപാടിയുടെ കോർഡിനേറ്റർമാരായ മിഥുൻ, അരുൺ എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. പരിപാടിയുടെ സംവിധായകനായ ജിസ്ജോയാണ് 4-ാം പ്രതി. പരാതിക്കാരൻ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയ ജിസ്ജോയ് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിന് മാനനഷ്ട കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള മെന്റലിസ്റ്റ് ആദി നാട്ടിൽ തിരിച്ചെത്തിയാൽ പോലീസിന് മുന്നിൽ ഹാജരാകുവാനും മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള തീരുമാനത്തിലാണ്. ന്യൂസ് 18 കൊച്ചി. ഒരാളുടെ ആത്മാഭിമാനം തകർത്ത് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം തെറ്റുകാരിയല്ലെന്ന് പറയുന്നു. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ച കേസിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ ദീപകിൻ്റെ കുടുംബം ഉന്നയിച്ച വാദമാണിത്. ദീപക് ആത്മഹത്യ ചെയ്യുമെന്ന് ഉദ്ദേശിച്ചല്ല വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് ഷിംജിത കോടതിയിൽ വാദിച്ചത്. ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 27-ന് വിധി പറയും. പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തു. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഷിംജിത പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിനിയായ യുവതിയും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ബസ് യാത്രയ്ക്കിടെ ദീപകിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായപ്പോൾ പെട്ടെന്നുണ്ടായ വികാരത്തിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. പൊതു ഇടത്തിലല്ല, സ്വന്തം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ ദീപകിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്ന് ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. പ്രതിക്ക് ജാമ്യം നൽകിയാൽ മറ്റു സ്ത്രീകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് ആത്മഹത്യകൾക്ക് പ്രേരണയാക്കുമെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നും ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. പെറ്റീഷണറുടെ ഭാഗത്തോളം ഷിംജിതയുടെ ഭാഗത്തോളം കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയിലാണ് കേസ്. അതുകൊണ്ട് കോടതി വിധി പറയട്ടെ. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കും. ബസ്സിൽ അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഷിംജിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമൂഹമാധ്യമത്തെ സ്വകാര്യമായി കരുതാനാകില്ലെന്ന് ദീപകിന്റെ കുടുംബം വാദിച്ചു. ഒരാളുടെ ആത്മാഭിമാനം തകർത്തിട്ട് തെറ്റുകാരനല്ലെന്ന് വിശദീകരിച്ചിട്ട് കാര്യമില്ലെന്നും കുടുംബം പറഞ്ഞു. ഇന്റൻഷണൽ ആക്ടാണിത്. തീർച്ചയായിട്ടും ഇന്റൻഷണൽ ആക്ടിന്റെ പുറത്താണ് സൂയിസൈഡ് വന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രോക്സിമിറ്റി ഉണ്ട്. ആ പ്രോക്സിമിറ്റി, അതായത് ഡയറക്റ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്.
ഇപ്പോൾ വാദം കേട്ടു, 27-ാം തീയതിക്ക് വിധി പറയാൻ വെച്ചിട്ടുണ്ട്. അതിനിടെ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഒരു പരാതി കൂടി പോലീസിന് ലഭിച്ചു. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. വീഡിയോയിൽ തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ദീപകിനെതിരായി ഷിംജിത പങ്കുവച്ച വീഡിയോയിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യവും ഉണ്ടായിരുന്നു. പരാതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് പോലീസിന് വിവരാവകാശ അപേക്ഷ നൽകിയതായി ദീപകിന്റെ ബന്ധു അറിയിച്ചു. ഇങ്ങനെ ഒരു കുട്ടി കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു, ഒരു റെസിറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ റെസിറ്റായിട്ട് ഇങ്ങനെ ബന്ധം വെച്ച് ട്രാഫിക്കിൽ ഞാൻ ബന്ധം വെച്ചിനി. ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച്. അപ്പോൾ ഇത് കണ്ണൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ബന്ധം വെച്ച് കളിക്കുന്നത്. അങ്ങനെ ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത് പരാതിൻ്റെ കോപ്പിന്നു SI ഞാൻ സംസാരിച്ച്. അപ്പോൾ SI പറഞ്ഞ് കമ്മീഷൻ പറയാതെ നമുക്ക് തരാൻ പറ്റില്ല. അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് കമ്മീഷനായി സംസാരിച്ചപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല മറുപടിയാണ്, നല്ല വൃത്തിയിലുള്ള മറുപടി തന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഈ സംഗതി കമ്മീഷണർ പറഞ്ഞ് നിങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് തന്നാലും ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചേക്കണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ ഷിംജിതയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കിടുകയായിരുന്നു. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഷിംജിതയെ അറസ്റ്റ് ചെയ്തു. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്ന ആരോപണം പോലീസ് തള്ളിയിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ബസ് ജീവനക്കാരുടെയും സഹയാത്രികരുടെയും മൊഴിയെടുത്തിരുന്നു. ഷിംജിതയുടെ ആരോപണം തള്ളുന്നതായിരുന്നു മൊഴികൾ. പോലീസിലോ ബന്ധപ്പെട്ട നിയമാധികാരികളെയോ അറിയിക്കാതെ വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതർ മാനഹാനി നേരിട്ട് മനംനൊന്ത് ആത്മഹത്യ ചെയ്യാമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് മാനസിക പീഡനം. MTech വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞ് പരിഹാസം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയ്ക്കൊപ്പം ജീവനൊടുക്കിയ ഗ്രീമ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനമാണ്. ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരന്തരം അപമാനിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഗ്രീമ മോഡേണല്ലെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു. അതേസമയം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയ്ക്ക് ഗ്രീമയോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് കമലേശ്വരം സ്വദേശികളായ SL സജിതയെയും മകൾ ഗ്രീമ S രാജിനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് കാരണം മകളുടെ ഭർത്താവായ BM ഉണ്ണികൃഷ്ണനാണെന്ന് പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണന്റെ നിരന്തര മാനസിക പീഡനമാണ് ഇരുവരുടെയും മരണത്തിന് പ്രധാന കാരണമെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. വിദേശത്തേക്ക് മടങ്ങാൻ ശ്രമിക്കവേ മുംബൈയിൽ കസ്റ്റഡിയിലായ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് മുംബൈയിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അന്ധേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തിരുവനന്തപുരത്തെത്തിക്കാൻ പോലീസിന് കോടതി അനുമതി നൽകി. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് ഗ്രീമയുടെ ബന്ധുക്കളുടെ മൊഴിയും. ഗ്രീമയെ വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം പരിഹസിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. MTech വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് ഗ്രീമ. ഗ്രീമ മോഡേണല്ലെന്നും ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചിരുന്നു. 200 പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കം സ്വത്തുക്കളും നൽകിയാണ് വിവാഹം നടത്തിയതെന്നും സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഗ്രീമയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. 6 വർഷം മുൻപായിരുന്നു ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയി. ഗ്രീമ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കമലേശ്വരത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതേസമയം പ്രതി ഉണ്ണികൃഷ്ണനെ ന്യായീകരിച്ച് കുടുംബം രംഗത്തെത്തി. ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയുടെ ഗ്രീമയോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണനും ഗ്രീമയ്ക്കും ഒരു സ്വകാര്യതയും സജിത നൽകിയിരുന്നില്ല. കല്യാണത്തിന് പിന്നാലെ തന്നെ ഈ സ്വാർത്ഥത പ്രകടമായിരുന്നു. ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി. ഗ്രീമയെ അയർലൻഡിലേക്ക് പോകാൻ സമ്മതിച്ചിരുന്നില്ല. ബന്ധുവിന്റെ മരണവീട്ടിൽ വെച്ച് ഗ്രീമയെയും അമ്മയെയും ഉണ്ണികൃഷ്ണൻ അപമാനിച്ചെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഇവരുടെ വാദം. സംഭവത്തിന്റെ എല്ലാ വശവും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം.
ന്യൂസ് 18 തിരുവനന്തപുരം. ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവർ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ലെന്ന നിയമവും ചട്ടവുമൊക്കെ ഉണ്ട്. ഇത് ഔദ്യോഗിക പദവിയുടെ അന്തസ്സിന് നിരക്കാത്തതും അച്ചടക്ക ലംഘനവുമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ചട്ടം ലംഘിച്ചാൽ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകാം. തൃശൂർ വാടാനപ്പള്ളി സ്റ്റേഷനിലെ ഒരു പോലീസുകാരന് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചതിന് മെമ്മോ കിട്ടി. പിന്നാലെ തന്നെ നിരന്തരം വേട്ടയാടുന്നുവെന്ന് ആരോപിച്ച് CPO CM ജ്യോതിഷ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെയും മേലുദ്യോഗസ്ഥരെയും ഉൾപ്പെടെ ജ്യോതിഷ് ഫേസ്ബുക്കിലൂടെ പതിവായി ആക്ഷേപിക്കാറുണ്ട്. ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മെമ്മോ കിട്ടിയതിന് പിന്നാലെ സ്വന്തം മരണമൊഴി എന്ന രീതിയിലാണ് CPO ജ്യോതിഷ് ഫേസ്ബുക്കിലൂടെ പരസ്യമായി രംഗത്തെത്തിയത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ജോലിയിരിക്കെ ദീർഘാവധിയെടുത്ത CPO ജ്യോതിഷിൻ്റെതാണ് പോസ്റ്റ്. മരണമൊഴിയായി കണക്കാക്കണമെന്ന് മുഖവരിയായി കുറിച്ച പോസ്റ്റിൽ നാളെ എനിക്കെന്ത് സംഭവിച്ചാലും അതിനുത്തരവാദി തൃശൂർ റൂറൽ SPയും അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളുമാണെന്ന് ആരോപിക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് CPOയുടെ പോസ്റ്റിൽ ആരോപിക്കുന്നു. കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥരെ ആത്മഹത്യ ചെയ്യിക്കുന്നതും സ്ഥിരം രീതിയായതിനാൽ തന്നെ ഉപദ്രവിക്കുന്നവരുടെ പേരുകളും പങ്കും വ്യക്തമായി എഴുതി വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പോസ്റ്റിലുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും പോലീസ് വകുപ്പിനുമെതിരെ തുടർച്ചയായി പോസ്റ്റുകൾ ഇട്ടതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം റൂറൽ പോലീസ് ജ്യോതിഷിനെതിരെ മെമ്മോ നൽകിയത്. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിലും പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന വിധത്തിലും പോസ്റ്റുകൾ ഇട്ടതായി ഇരിങ്ങാലക്കുട DYSPയുടെ മെമ്മോയിൽ പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക ലംഘനം അന്വേഷിക്കാൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSPയെ റൂറൽ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയിരുന്നു. DYSPയുടെ റിപ്പോർട്ടിലും അച്ചടക്ക ലംഘനം സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് മെമ്മോ നൽകിയത്. സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും പേരെടുത്ത് പരാമർശിക്കുന്ന പോസ്റ്റിനെതിരെ റൂറൽ പോലീസ് നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തൃശൂർ. ക്രമസമാധാന ചുമതലയിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾ പോലീസിനെ വിമർശിക്കാറുണ്ട്. എന്നാൽ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ആത്മവീര്യം കെടുത്തുന്ന ചില പ്രവണതകൾ ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെതിരെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുത്തു. പോലീസിന് മുസ്ലിം വിരോധമാണെന്ന തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിപ്പിച്ച സംഭവത്തിലാണ് നടപടി. പയ്യന്നൂർ തായ്നേരി സ്വദേശി KK സുബൈർ, തൃക്കരിപ്പൂർ കാരോളം സ്വദേശി PC അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. കേസിലെ ഒന്നാം പ്രതിയുടെ ഫോണിൽ നിന്നും രണ്ടാം പ്രതി വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമയച്ചു എന്നാണ് കേസ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തായ്നേരി മഹല്ല് ഗ്രൂപ്പിലാണ് പോലീസിന്റെ ഔദ്യോഗിക നടപടികളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത്. ഇപ്പം വണ്ടിയുടെ ഫൈന് ഭയങ്കരമാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം എവിടെയെല്ലാം ക്യാമറ ഇല്ലെന്നൊക്കെ. അപ്പോൾ ആകെ 500 രൂപ ഹെൽമെറ്റിന് വേണ്ടിയിട്ട് 1000, 2000, 3000 കൊടുക്കുന്നു. ഒരു ഹെൽമെറ്റ് ഇടുന്ന ശീലം ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ അതൊക്കെ പോയിക്കോളും. പിന്നെ അതുപോലെ ബാക്കിലിരിക്കുന്നവർ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് മറ്റുള്ള വണ്ടീൻ്റെ ഡിസൈൻ അത് ഇവർക്ക് പോലീസുകാർക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ചൊറിച്ചിലായിരിക്കും. അപ്പം അതിനെന്ത് ചെയ്യുക, നമ്മളതിന് വക വെച്ച് കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ വക ക്ലിയർ ആക്കി വെക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ വണ്ടി നിങ്ങൾ ഇതാക്കാണ്ടിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് വെറുതെ ഇതിന് കൊടുക്കുന്ന 2000, 3000, 4000 അല്ല. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന പരിശോധനകളെയും നടപടികളെയും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കൽ, സൈബർ നിയമലംഘനം, പോലീസിനെതിരെ അപകീർത്തികരമായ പ്രചരണം എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. വർഗീയ വിദ്വേഷം വളർത്തുന്ന സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരം ഗ്രൂപ്പുകളെയും വ്യക്തികളെയും സൈബർ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് 18 പയ്യന്നൂർ. കള്ളനെ തന്നെ താക്കോലേൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് കരിപ്പൂരിലെ MDMA കേസിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ആരോപണ വിധേയനായ SHOയെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കി പോലീസിന്റെ വിചിത്ര നടപടി.
ഇതേ കേസിലെ മുഖ്യപ്രതിയുമായി അടുപ്പമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള കരിപ്പൂർ SHO അബ്ബാസ് അലിയാണ് ഡിറ്റക്ടിംഗ് ഓഫീസർ. ഈ SHO അടുത്ത കാലം വരെയും ലഹരി കേസ് പ്രതിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ ഒരു വീടിനോട് ചേർന്ന ഔട്ട് ഹൗസിൽ നിന്ന് 40 ഗ്രാം MDMA കരിപ്പൂർ പോലീസ് പിടികൂടിയത്. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിലെ മുഖ്യപ്രതി കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് കബീറിനെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ കരിപ്പൂർ SHO M അബ്ബാസ് അലിയെയും ബന്ധപ്പെടുത്തിയാണ് വിവാദം പുകയുന്നത്. കേസിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായ അബ്ബാസ് അലി അടുത്ത കാലം വരെ മുഹമ്മദ് കബീറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഈ ക്വാർട്ടേഴ്സിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം MDMA പിടികൂടിയത്. CI അബ്ബാസ് അലി താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നും ഏതാനും മാസം മുമ്പ് തന്നെ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതനുസരിച്ച് മാറി താമസിക്കാൻ SP-യും SHOയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇതൊന്നും പാലിക്കാതെ CI മാസങ്ങളോളം അവിടെ തന്നെ തുടർന്നു. പിന്നീട് SP നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ CI മാറി താമസിക്കാൻ തയ്യാറായത്. ഇതേ ഉദ്യോഗസ്ഥനെയാണ് ഇത്രയും വലിയൊരു ലഹരി കേസിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായി നിയമിച്ചതെന്നതാണ് വിചിത്രമാകുന്നത്. ഇതോടെ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തമാണ്. SHO അബ്ബാസ് അലി മാസങ്ങളോളം പ്രതിയുടെ വീട്ടിൽ താമസിച്ച വിവരം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അബ്ബാസ് അലിക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മലപ്പുറം SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും നാർക്കോട്ടിക് DYSP-യും ചേർന്നാണ് റെയ്ഡ് നടത്തി ലഹരി മാഫിയയെ പിടികൂടിയത്. പിടിയിലായ പ്രതികൾക്ക് നേരത്തെയും ലഹരി കേസിൽ ബന്ധമുണ്ട്. പ്രതിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളുള്ള ഉദ്യോഗസ്ഥൻ തന്നെ കേസന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കിളിമാനൂരിൽ അമിത വേഗത്തിലെത്തിയ ഥാർ ജീപ്പ് ഇടിച്ച് ദമ്പതികൾ മരിച്ച കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. സംഭവ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ച മുഖ്യപ്രതി അന്ന് തന്നെ ഒളിവിൽ പോയതാണ്. അന്വേഷണത്തിലെ പോലീസ് വീഴ്ച വൻ വിമർശനത്തിന് കാരണമായതോടെ പ്രതി വിഷ്ണുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉരുണ്ട് കളിക്കുകയാണ് പോലീസ്. ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നാണ് പ്രതിയെ സംഭവ ദിവസം തന്നെ ജാമ്യത്തിൽ വിട്ടതെന്നാണ് സൂചന. ഈ മാസം 3-ാം തീയതിയായിരുന്നു കിളിമാനൂർ പാപ്പാലയിൽ നാടിനെ നടുക്കിയ അപകടം. റോഡിന് വശത്തുകൂടി പോവുകയായിരുന്ന ഇരുചക്ര വാഹനത്തെ അമിത വേഗതയിലെത്തിയ ഥാർ ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം അംബിക എന്ന വീട്ടമ്മയും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് രജിത്തും മരണത്തിന് കീഴടങ്ങി. ഇതോടെ ഇവരുടെ 6ഉം 4ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ അനാഥരായി. അപകടശേഷം നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്ന നാട്ടുകാർ മദ്യലഹരിയിലായിരുന്ന വിഷ്ണുവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ സംഭവം നിസാരവൽക്കരിച്ച് പ്രതിയായ വിഷ്ണുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന നടപടിയാണ് കിളിമാനൂർ പോലീസ് കൈക്കൊണ്ടത്. രജിത്ത് കൂടി മരിച്ചതോടെ നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്റ്റേഷൻ ഉപരോധവും MC റോഡ് ഉപരോധവുമൊക്കെയായി പ്രതിഷേധം ശക്തമായതോടെ കിളിമാനൂർ SHO ജയൻ ഉൾപ്പെടെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇതിനിടെ പ്രതി വിഷ്ണു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ഈ കേസിന്റെ അന്വേഷണത്തിൽ കിളിമാനൂർ പോലീസ് കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല ഉപവാസ സമരം ഉൾപ്പെടെ കിളിമാനൂരിൽ നടന്നു വരവെയാണ് പുലർച്ചെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടിയത്. അതേസമയം മുഖ്യപ്രതി പിടിയിലായതോടെ അപകടത്തിന്റെ ദൃക്സാക്ഷികൾ പറഞ്ഞതിന് വിരുദ്ധമായി പോലീസ് സംഭവം മാറ്റിമറിക്കുന്നതായാണ് സൂചന. അപകട സമയത്ത് 3 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നതായാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നത്. അപകടം നടന്നതിന് ശേഷം ഇവർ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടിയതായും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ പുതിയ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരം വാഹനത്തിൽ വിഷ്ണു മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീപ്പ് ഓടിച്ചിരുന്നത് വിഷ്ണുവാണെന്നും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. വാഹനത്തിൽ നിന്ന് 2 ID കാർഡുകൾ നാട്ടുകാർ കണ്ടെത്തി പോലീസിന് കൈമാറിയിരുന്നു. ഇതിലൊരെണ്ണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും മറ്റൊരെണ്ണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയുമായിരുന്നു. എന്നാൽ ഈ ID കാർഡുകൾ ടോൾ ബൂത്തുകൾ മറികടക്കാൻ വേണ്ടി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നതാണെന്നാണ് വിഷ്ണുവിന്റെ മൊഴിയെന്നും പോലീസ് പറയുന്നു. ഇതെല്ലാം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ നടക്കുക. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊട്ടാരക്കരയിൽ സ്വകാര്യ ബാറിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും സൂപ്പർവൈസറുടെ ഇറക്കുകയും ചെയ്തതായി പരാതി. സംഭവത്തിൽ നീലേശ്വരം സ്വദേശി അക്ഷയ്, മുട്ടറ സ്വദേശി ശ്രീഗണേഷ്, കൊട്ടാരക്കര സ്വദേശി ബിനിൽ എന്നിവർ അറസ്റ്റിൽ. മദ്യലഹരിയിൽ നടത്തിയ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഇടുക്കിയിൽ വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിലെ ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ഉഷാരാജു കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി. പാലക്കാട് പുതുക്കോട് വൈദ്യുതിക്കണി ഉപയോഗിച്ച് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. മുഹമ്മദ് റാഫിക് മരിച്ച സംഭവത്തിൽ ചൂലിപ്പാടം പള്ളിക്കൽ വീട്ടിൽ ആഷിഫാണ് അറസ്റ്റിലായത്. നിങ്ങൾ വലിയ സാമ്പത്തിക പ്രയാസം നേരിടുന്നവരാണോ? ബാങ്കുകളിൽ നിന്നോ ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ ലഭിക്കാൻ തടസ്സമുണ്ടോ? വിഷമിക്കേണ്ടെന്നേ. പണത്തിന് ആവശ്യം വന്നാൽ 10 മിനിറ്റിനുള്ളിൽ ലോൺ കിട്ടും. ഇങ്ങനെയുള്ള വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവരാണ് വലിയ ചതിയിൽപ്പെടുന്നത്. പാലക്കാട് ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത യുവാവ് വെറും 6000 രൂപയാണ് വായ്പ എടുത്തത്. മേനോൻപാറ സ്വദേശി അജീഷിന് ഭീഷണി വന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലോൺ ആപ്പിൽ നിന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് പാലക്കാട് മാത്രം 9 പേർ ജീവനൊടുക്കിയെന്നാണ് വിവരം. ഇതുപോലെ കെണിയിൽ വീഴാതിരിക്കാൻ പോലീസ് പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സംശയകരമായ ലിങ്കുകളിലേക്ക് പ്രവേശിക്കുമ്പോഴും ജാഗ്രത വേണം. വായ്പ എടുക്കുന്നവർ ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ ആപ്പിനെ ഒരിക്കലും അനുവദിക്കരുത്. ഓൺലൈൻ തട്ടിപ്പുകാരുടെ ഭാഗത്തുനിന്ന് ഭീഷണി വന്നാൽ ഭയപ്പെടാതെ പോലീസിനെ സമീപിക്കണം. ഇതൊരു മുന്നറിയിപ്പായി കാണണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.